എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. എന്താ ഇവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്കരുത് കാണിക്കണം. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയോളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചോ? നന്നായിട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവുമല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. കണ്ടാ? ഇതെന്താ ഇന്ത്യയുടെ ഭൂപടവും? അല്ലടാ, എന്റെ കൊടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവൻ പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടിക്കില്ല, വഞ്ചകനാ. ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ? പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നുമല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തില് ബാഗ് ഏറ്റി തൂക്കിട്ടാ നിന്റെ അനിയൻ തന്റെ കാരണം അവിടെ ഒരു ജാലിയും ബേലാബാഗ നടന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. ഗ്ലാസ് 500, പ്ലേറ്റ് 500, ചില്ല് 3000, ആകെ 8000. എന്തത് 8000? നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ടൻ കൊടുത്തോളും. കുഞ്ഞപ്പേട്ടനാ? എങ്ങനെ? ഹോട്ടലിൽ ഉഴുന്നാട്ടി. അപ്പോ അപ്പത്തിന് മാത്രമല്ല, ദോശക്കും മിഡ്ലിക്കും പുട്ടിനും പഴത്തിനും എക്കേത്തിന് ആട്ടേണ്ട വരും. അപ്പോ അല്ല, അപ്പോൾ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട. വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടം വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ. ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി എല്ലാം കൂടി പോവല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വര അയാളർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാരെ കൊല്ലും. അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗിൽ യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനി നിങ്ങൾ വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ. ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നല്ലേ? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു? എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഫുഡ് ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്? അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പാത്രത്തില് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റും കൂടി കലക്കിയിട്ട് പായസം കൊണ്ട് കുടിപ്പിച്ചാലോ? അന്ന നാളെ ഉണങ്ങി കോൺക്രീറ്റ് പോലെയാവും. പിന്നെ ഇടക്കിടക്കൊന്ന് നനച്ചു കൊടുത്തത് ഒരു ഉറപ്പിന്. പിന്നെ വിഷമിന്റെ പ്രശ്നം ഉണ്ടാവില്ല. എടാ, അവന്റെ യൂറോ എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറോ എടുക്കാൻ ചെന്നാലേ നമ്മൾ രണ്ടിനെയും കൂടി പിടിച്ച് The butterfly, അത് ശരി, ഇങ്ങനെ ഒരാളെ ഈ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ മോനെ, ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണ കണ്ടപ്പോ നിങ്ങളായിരിക്കുമെന്ന് ഉദ്ദേശിച്ചില്ല. റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ചേ. ഡ്രൈവിംഗിൽ 110 സ്പീഡ്. പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കവും മോനും കൂടി ആ കോമഡി പിടികിട്ടി. വരിക എല്ലാരും വരിക. മോനെ സൂക്ഷിച്ചേ. ഹലോ. ഹലോ. നേരത്തെ എത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അവിടെ
അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനെന്താ, മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണേ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ ഇറ്റ്സ് ഓൾ റൈറ്റ്. വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയി കളിക്ക്. ചെല്ല് ചെല്ല്. എന്തെങ്കിലും പറ്റി സാരമില്ല. അയ്യോ ആരാ? പോ പോ. Bali. Come, come, let's. No, no. വേണ്ട. Bali. മമ്മി. എന്റെ ചെമ്മാട്ടെ ചക്ക കാണിക്കണേ. ഇവിടെ തന്നെ ഞാൻ എന്താണ് എടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോ ഇതുപോലെയുള്ളവരെ ഒഴിവാക്കിക്കൊള്ളോ. അതെന്തിനാ നിങ്ങളുടെ വീട്ടിലെ കുട്ടി നിങ്ങളല്ലേ ഒഴിവാക്കട്ടെ, അല്ല ഞങ്ങളാ? ഞങ്ങളെ വീട്ടിലെ കുട്ടി പിന്നെ ഞങ്ങളുടെ കുട്ടിയാ. ഇങ്ങനെ ബുദ്ധി വളർച്ചില്ലാത്തൊരു കുട്ടി കുടുംബത്തിലുള്ള കാര്യം മറച്ചു വെച്ചതും പോരാ. ഇതോ പട്ടി മറച്ചു വെച്ചത് നിന്റെ തന്നെ. തന്തയ്ക്ക് വിളിക്കുന്നുള്ളൂ ആ പട്ടി. അവന്റെ മേലെ ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണും തെറ്റി. അപ്പോഴേക്ക് ഇറങ്ങിപ്പോന്ന് ഞാൻ കരുതിയ. ആകാശു, ആകാശു, ഈ ആകാശം ആകാശത്തിലേക്ക് നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി വിളി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. എടാ അവൻ ഒരാളല്ലേ ഉള്ളൂ. നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ട് എന്താ കാര്യം? അവനെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശു, ആകാശു, ഒന്ന് ഏറ്റു വിളിക്കണം. ഏറ്റു വിളിക്കാൻ നമ്മളെന്താ ശബരിമലക്ക് പോയണം? ആകാശു, ആകാശോ ആകാശു, ആകാശോ. എന്ത് ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ, ഒന്ന് നിർത്തണേ. വീട്ടില്ല ഞാൻ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയോ? കുട്ടിയല്ല ഇവൻ പട്ടിയാ. ഹാപ്പി ആയിട്ട്. കാപ്പിയല്ല കയ്യിലിരിക്കുന്ന പഴോ കാപ്പിയൊക്കെ അവര് നേരത്തെ കൊടുത്തു. ഈ ചെറുക്കൻ നിങ്ങളുടെ ആരാ? ആരുമില്ല. പിന്നെ ഇവന്റെ അനീന എന്നോടുകി ജനിച്ചപ്പോ മുതല്. ആവൂ അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണ നിശ്ചയം ചക്കക്കൂട്ടാൻ പോലെ ആക്കിയിട്ട് അവനിരുന്ന് സുഗന്ധദ്രവളൊന്നും കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതടഞ്ഞു ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ പണ്ടാരെ പലിശക്ക് എടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ ഒന്നല്ലേ മുതലാളിമാര് നന്നാവാത്തത്. ഓ അവന്റെ ഒടുക്കത്തൊരു മോർണിംഗ് വാക്കിന് പോക്ക്. താനെന്താണ് ഞെട്ടണത്? അല്ല മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണാവോ ആ എബ്രാഹിം ലിങ്കിനെ തെറി പറഞ്ഞ് ഓടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കണ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ലിംഗം വിളിച്ചു പറഞ്ഞാണ് ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുത്. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-നും 3000-നും പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25,000. നാളെങ്കിലും ആ കയറുപരി മാല സരസ്വതിക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറും എന്റെ ജീവിതം തീർക്കും അവര് പറഞ്ഞ്. നിന്റെ ജീവിതം അവരുടെ ജീവിതം. അവരുടെ ജീവിതം അങ്ങോട്ട് പോട്ടറി, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആജീവനം എന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത? കപ്പം കാട്ടി കട്ടൻ കാപ്പി കിട്ടും നിനക്ക്. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കട്ടൻ കാപ്പി. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. കണ്ട ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതോട് പിടിക്കണില്ല. ഒറ്റക്കുത്തിരി കൊല്ലും ഞാൻ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടിട്ട് എന്താ ചിരിക്കണേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ചെന്നെടുത്ത് തിന്നെ. അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്.
പോണണ്ടില്ലേ കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ. ദൈവദോഷം പറയലടാ, അങ്ങനൊന്നുമില്ല അത് പോകുന്നത്. വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമ്മതിക്കാം. ഈ എന്താ PP നമ്പറിൽ വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞേ? എന്റെ വന്ന സാഹിബിന് വീട് വലിപ്പം പോരാതായോ? അതോ മൂപ്പര് വന്നേക്ക് എന്നെ തിരിച്ചു പോയോ? തിരിച്ചു പോവാ, അതുകൊണ്ടാ കാണണം പറഞ്ഞത്. മൂപ്പര് ഈ ജർമ്മൻ സിറ്റിസൺ ആയതുകൊണ്ട് പെട്ടെന്നായിട്ട് ചെല്ലാൻ പറഞ്ഞു. പോയാ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ വരൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിടുക. അൽഹംദുലില്ലാ, ഹൈറ്, ആശ്വാസായി. കായ്ക്ക് കായുമായി, പോക്കുവരും ഒന്നിച്ചായി. അപ്പൊ എങ്ങനെയാ പരിപാടി? താക്കോല് വാങ്ങാൻ ഞാൻ എപ്പോഴാ വരണ്ടേ? താക്കോലിപ്പോണ് തരാം അല്ലടാ. പിന്നെ തന്ന 20,000 1 മാസം വാടക 5,000 എടുത്തിട്ട് ബാക്കി 20,000. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? മാറിക്കാണ്. അല്ലേക്ക ആ കാശ് കിട്ടിട്ട് വേണം, കുറച്ച് പ്രശ്നങ്ങളുണ്ടേ. അനക്ക് കുറച്ചല്ല പ്രശ്നങ്ങളുള്ളൂ, എനിക്ക് കുറച്ചൊന്നും അല്ല പ്രശ്നങ്ങള്. അല്ലെങ്കിലും ചങ്ങായി, അനക്ക് ഞാൻ എങ്ങനെ പൈസ തിരിച്ചു തരാ? നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് 5 മാസത്തേക്ക് 25,000 ഉറുപ്പ്യ എന്നല്ലേ? 5 മാസം ഞങ്ങളുടെ സാരി താമസിച്ചോ? പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഈറ്റ വേണ്ട, ഒരു പാറ്റ പറയാ, ആ വിവരം ഞാൻ അറിയും. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങളെ പഠിച്ച സഹായിക്കും. ഇന്ന പഠിച്ചോൻ പലവട്ടായിട്ട് സഹായിച്ചതാ 4-5 പെൺകുട്ടികൾ ഒരു ഓലപ്പോരെ, മനസ്സിലായോ? പിന്നെ ഈ എണ്ണ കാശ് മൊത്തം എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോയി. അതുകൊണ്ട് നിങ്ങൾ 5 മാസം തേച്ച് താമസിച്ചിട്ട് താക്കോല എന്നാ മതി. അല്ല കാശ് നമുക്ക് വേണ്ട, ഞാൻ പോവാ. അല്ല എന്റെ കുഞ്ഞിക്ക പിന്നെ എന്റെ അനിയൻ സാഹിബിനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയും. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു പാറ്റ പറയാ, ഞാൻ വിവരാണ്. പടച്ച തമ്പുരാൻ എല്ലാം കൂടി ഇടിഞ്ഞു കൊല്ലി വീണ സൗണ്ടാണല്ലോ കേട്ടെ. ഏത് അബൂജയിലാണ് ഞാൻ അറിയാതെ ഇതിന്റെ ഉള്ളിൽ? ആരാടാ? അതോ ഏതാണ് ഈ പോലീസ്? ഇതാണ് ജർമ്മനിയിൽ ഇമ്പോർട്ട് ചെയ്ത ജീവി. അതോ ഞാൻ വിചാരിച്ച അണ്ണാദറിന്റെ പ്രതിമ ഇറങ്ങി വന്നതാണെന്ന്. ഈ ഒരു ബാറിൽ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ് എന്റെ BP നമ്പറിൽ വിളിച്ചേർത്തി ഈ വീട് മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ട് ഊരിന്റെ എല്ലാം പൊട്ടിച്ച്. ഇത് 25,000 ഉറുപ്പ്യയിലൊന്നും ഒതുങ്ങൂല മോനെ. ഇവിടെ ഈ അടുക്കളയിൽ പാറി ഈച്ചെല്ലാം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 75,000 ഉറുപ്പ്യെങ്കിലും എനിക്ക് തരട്ടി വരും. കഞ്ഞിക്കല്ല, പഠിച്ചാലും വിളിച്ചിട്ടും കാര്യമല്ല. 75,000 ഉറുപ്പ്യോട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഇനി ഒരു ഈച്ച ഇവിടെ മാറുകയാണെങ്കിൽ റേറ്റ് ഇനിയും കൂടും. എന്റെ ഈശ്വര, ഇവൻ എവിടെ കൈവച്ചാലും കാശാണല്ലോ. എടാ ചന്ദ്ര, അവന്റെ ആ ഉദരസഞ്ചിന്ന് യൂറ് എടുത്തിട്ട് ഈ കങ്കാരുന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ. ഈ എബ്രഹാം ലിങ്കൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ കാണുന്ന മൊബൈൽ ഫോണുകളാടാ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. അറിയോ നിനക്ക്? ഞണ്ണല് നിർത്തി ജർമ്മൻ ടൂറോ കൊണ്ട് സിനിമ നിർമ്മിക്കാൻ പോയിട്ടിപ്പോ ഞണ്ണാങ്കതിയില്ലാതെ എന്റെ ചെരുപ്പ് വെക്കാൻ വന്നിരിക്കുന്നു. തെണ്ടികള്. നീയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ പടത്തിന്റെ പേരെന്താ? താരം. എന്താ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം. എന്നാ ഇപ്പൊ കേട്ടോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ് താരം. നീയല്ല, മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ വരെ ഈ വൈറ്റ് ആൻഡ് വൈറ്റും മൊബൈൽ ഫോണുകളും കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഞാൻ. ഡാഡി ഫോൺ. മോളെ അത് എടുക്കാനുള്ള ഫോണല്ല, നമ്പർ കൊടുക്കാനുള്ള ഫോണാ. സാറിനെ പോലെ തന്നെ സുന്ദരിയായ വെള്ളക്കുട്ടി. മോളുടെ പേരെന്താ? മോക്ക് പേരില്ല. മുട്ട കഴിക്കുന്ന തിരക്കിനിടയിൽ ഇടാൻ മറന്നതാ. നീ മിണ്ടിപ്പോരുത്. ആരെയാണ് അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്നത്? എന്റെ കൂടെ വന്നവരാ, ജനലിന്റെ അപ്പുറത്താ. ഓ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ അവരെ ശരിക്കും ചില്ലിട്ട് വെക്കേണ്ടി വരും. സാറേ. ഹായ് നിമ്മി. നീ മിണ്ടിപ്പോരുത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സാറ് ഞങ്ങളുടെ ദൈവ. ഈ കുട്ടേട്ടന് ഇടയ്ക്ക് എങ്ങനെയാ ആരാ എന്താന്ന് നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. അത് ദേഷ്യം കൊണ്ടല്ല, ഈ അപസ്മാരം പോലത്തെ രോഗമെന്നാ ഡോക്ടർമാര് പറയണത്. ഡോക്ടർമാർക്ക് അപസ്മാരമായിട്ട് തോന്നും, എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. ഈ അഹങ്കാരവും ഗൂർക്കമ്പലിയും ദൂരെ നിന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല, അടുത്തിട പഴകുമ്പോഴേ മനസ്സിലാവൂ. പാൽക്കഞ്ഞി ആൾക്കണ്ട വിട്ടോടി. അത് പ്രത്യേകിച്ച് പറയണോ ഇച്ചായ? ചേച്ചി, പ്ലീസ് ചേച്ചി, ഞങ്ങളുടെ കാര്യം ഒന്ന് സാറിനോട് പറയോ. ജീവിക്കാൻ വേറെ ഗതിയില്ലാത്തോണ്ടാ. അതെ ചേച്ചി, ചേച്ചിയും പണ്ട് ഇവളെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതല്ലേ. അപ്പോഴല്ലേ എംബോക്ക് കയറി, അല്ല സോറി, സാറ് കയറി. മതി മതി, ഞങ്ങൾ പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അത് ഇനി നീ ഇവിടെ വിളമ്പി സുഖിപ്പിക്കണ്ട. നീ പോയ താടകട കാല് വീട്ടി. ചേച്ചി പ്ലീസ് ചേച്ചി, ഞങ്ങൾ കയ്യോടെ. എന്താ കുട്ടി കാണിക്കുന്നത്? പ്ലീസ് ഇച്ചയ, ഈ പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുത്തേക്ക്. ഇനി അവരങ്ങനൊന്നും ചെയ്യില്ല. ഇവറ്റകൾക്ക് മാപ്പ് കൊടുക്കണോ സോപ്പ് കൊടുക്കണോ ഞാൻ തീരുമാനിക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എബ്രഹാം ലിങ്കൻ തീരുമാനിക്കും. മനസ്സിലായോടി? മനുഷ്യ, കൺട്രോളിംഗ് കൊണ്ട് എന്റെ അടുത്ത് കുറച്ച് ചാടിയാലുണ്ടല്ലോ. ഈ ആരോഗ്യം വെച്ച് നിങ്ങളുടെ കൺട്രോളിംഗ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള കൺട്രോളിംഗ് ഒക്കെ അങ്ങ് ലൊക്കേഷനിൽ മതി. ഇവിടെ കൺട്രോൾ ചെയ്യണതേ ഞാനാ. ഞാനാ പറയുന്നത്.
നാളെ തന്നെ ഇവരെല്ലാരും തിരിച്ചെടുത്തേര്. അത് ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് പറയാൻ വരെയായിരുന്നു. മതി ചെലച്ചത്. നിങ്ങൾ എല്ലാവരും നേരെ ലൊക്കേഷനിലേക്ക് ചെല്ല്. ജോലിയും കൂലിയും ഒക്കെ അവിടെ കാണും. താങ്ക് യു ചേച്ചി. ചേച്ചിയാണ് മലയാള സിനിമയുടെ ഐശ്വര്യത്തിന്റെ ചേച്ചി.